ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രിയിലെ 3rd ചാപ്റ്ററാണ്. റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. ചാപ്റ്ററിൻ്റെ പേരിലുള്ളതുപോലെ തന്നെ റിയാക്ടിവിറ്റി സീരീസ് എന്താണെന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. എ സീരീസ് ഒബ്റ്റൈൻഡ് ബൈ അറേഞ്ചിങ് സം മെറ്റൽസ് ഇൻ ദി ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിൽ മെറ്റൽസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സീരീസാണ് റിയാക്ടിവിറ്റി സീരീസ്. എ സീരീസ് ഒബ്റ്റൈൻഡ് ബൈ അറേഞ്ചിങ് സം മെറ്റൽസ് ഇൻ ദി ഡിക്രീസിങ് ഓർഡർ ഓഫ് their reactivity. ഓക്കെ, ദെൻ ആ റിയാക്ടിവിറ്റി സീരീസ് ആണ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. ഇതാണ് റിയാക്ടിവിറ്റി സീരീസ്. ഇതിൽ ഏറ്റവും ടോപ്പിലുള്ള പൊട്ടാസ്യം ആയിരിക്കും റിയാക്ടിവിറ്റി ഏറ്റവും കൂടിയ എലമെൻറ്റ്. ദെൻ താഴേക്ക് പോകുന്തോറും റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്നു. റിയാക്ടിവിറ്റി ഡിക്രീസസ് വൈൽ ഗോയിങ് ഡൗൺ ദി റിയാക്ടിവിറ്റി സീരീസ്. ഇവിടെ അടുത്തൊരു പോയിന്റ്, റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ. സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, they reacts with cold water, forms its hydroxide. സോഡിയവും പൊട്ടാസ്യവും കാൽഷ്യവും കോൾഡ് വാട്ടറുമായി റിയാക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഹൈഡ്രോക്സൈഡുകൾ ഉണ്ടാക്കുന്നു. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 2Na plus 2H2O gives 2NaOH plus H2. അതായത് സോഡിയവും വാട്ടറും റിയാക്ട് ചെയ്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഉണ്ടാവുന്നത്. അതായത് ഇവിടെ പറഞ്ഞത് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം തുടങ്ങിയ എലമെൻറ്റ്സ് ദേ റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ ടു ഫോം ഇറ്റ്സ് ഹൈഡ്രോക്സൈഡ്. ഇവിടെ സോഡിയം റിയാക്ട് ചെയ്തപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, മഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഹോട്ട് വാട്ടർ ഫോം ഇറ്റ്സ് ഹൈഡ്രോക്സൈഡ്. മഗ്നീഷ്യം ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നു. Mg പ്ലസ് 2H2O ഗീവ്സ് MgOH twice plus H2. അതായത് മഗ്നീഷ്യം ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. ദെൻ അയൺ റിയാക്ട് വിത്ത് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. അയൺ എന്ത് ചെയ്യുന്നു? സൂപ്പർ ഹീറ്റഡ് സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ബട്ട് കോപ്പർ ഡസ് നോട്ട് റിയാക്ട് ഈവൻ വിത്ത് സ്റ്റീം. കോപ്പർ സ്റ്റീമുമായിട്ട് പോലും റിയാക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ കോപ്പർ എന്നുള്ളത് റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും താഴെയുള്ള ഒരു എലമെൻ്റാണ്. പൊട്ടാസ്യവും സോഡിയവും കാൽഷ്യവും ഏറ്റവും ടോപ്പിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൊട്ടാസ്യവും സോഡിയവും കാൽഷ്യവും ഒക്കെ കോൾഡ് വാട്ടറുമായിട്ട് തന്നെ റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുന്നുണ്ട്. ദെൻ മഗ്നീഷ്യം ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുന്നു. ദെൻ അയൺ കുറച്ചുകൂടി താഴേക്ക് വന്നാൽ അയൺ സ്റ്റീമുമായിട്ട്, സൂപ്പർ ഹീറ്റഡ് സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ബട്ട് കോപ്പർ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഈവൻ വിത്ത് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. സ്റ്റീമുമായിട്ട് പോലും കോപ്പർ റിയാക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് റിയാക്ടിവിറ്റി സീരീസ്. എ സീരീസ് ഒബ്റ്റൈൻഡ് ബൈ അറേഞ്ചിങ് സം മെറ്റൽസ് ഇൻ ദി ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ റിയാക്ടിവിറ്റി. ഓക്കെ, ദെൻ റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ഓക്സിജൻ. മെറ്റൽസിൻ്റെ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനാണ് പറയുന്നത്. ദി മെറ്റൽസ് റിയാക്ട് വിത്ത് ഓക്സിജൻ on the basis of their reactivity and produces its oxides. മെറ്റൽസ് ഓക്സിജനുമായി റിയാക്ട് ചെയ്തുകൊണ്ട് ഓക്സൈഡ്സ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദ മെറ്റൽസ് റിയാക്ട് വിത്ത് ഓക്സിജൻ ഓൺ ദി ബേസിസ് ഓഫ് ദെയർ റിയാക്ടിവിറ്റി ആൻഡ് പ്രൊഡ്യൂസസ് ഇറ്റ്സ് ഓക്സൈഡ്സ്. മെറ്റൽസ് ഓക്സിജനുമായി റിയാക്ട് ചെയ്തുകൊണ്ട് ഓക്സൈഡുകൾ ഉണ്ടാകുന്നു.
എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പൊട്ടാസ്യം ഈസ് ഹൈലി റിയാക്റ്റീവ് വിത്ത് ഓക്സിജൻ. പൊട്ടാസ്യം ഹൈലി റിയാക്റ്റീവ് ആണ്. ബട്ട് വെൻ ഗോസ് ഡൗൺ ഇൻ ദി റിയാക്ടിവിറ്റി സീരീസ്, റിയാക്ടിവിറ്റി സീരീസിൽ താഴേക്ക് പോകുമ്പോൾ ദി റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് ഓക്സിജൻ ഈസ് വെരി ലോ. ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഒന്നുകൂടി പറയുന്നു, പൊട്ടാസ്യം ഈസ് ഹൈലി റിയാക്റ്റീവ് വിത്ത് ഓക്സിജൻ. പൊട്ടാസ്യം ഓക്സിജനുമായിട്ട് ഹൈലി റിയാക്റ്റീവ് ആണ്. ബട്ട് വെൻ ഗോസ് ഡൗൺ ഇൻ ദി റിയാക്ടിവിറ്റി സീരീസ്, റിയാക്ടിവിറ്റി സീരീസിൽ താഴേക്ക് പോകുമ്പോൾ ദ റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് ഓക്സിജൻ ഈസ് വെരി സ്ലോ. മെറ്റൽസുമായിട്ടുള്ള ഓക്സിജൻ്റെ റിയാക്ഷൻ സ്ലോ ആണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ റിയാക്ടിവിറ്റി പെട്ടെന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടുള്ളത്. പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മാഗ്നീഷ്യം. അവിടെ കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ തീവ്രന്മാർ, അതായത് ഞങ്ങൾ നന്നായിട്ട് റിയാക്ട് ചെയ്യും എന്നുള്ളതാണ്. പൊട്ടാസ്യവും സോഡിയവും കാൽഷ്യവും മാഗ്നീഷ്യവും നന്നായിട്ട് റിയാക്ടിവിറ്റി കൂടിയ ആളുകളാണ്. ദെൻ അലൂമിനിയം, സിങ്ക്, അയേൺ, നിക്കൽ, ടിൻ, ലെഡ് ഒരു മിതമായ റിയാക്ടിവിറ്റി ഉള്ള ആളുകളാണ്. ദെൻ കോപ്പർ, സിൽവർ, ഗോൾഡ് ഇവർ റിയാക്ടിവിറ്റി വളരെ കുറഞ്ഞ ആളുകളാണ്. കോപ്പറും സിൽവറും ഗോൾഡ്. അടുത്തത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. മെറ്റൽസ് വിത്ത് ലോ റിയാക്ടിവിറ്റി ആർ ഡിസ്പ്ലേസ്ഡ് ഫ്രം ദെയർ സാൾട്ട് സൊല്യൂഷൻ ബൈ മെറ്റൽസ് ഓഫ് ഹൈ റിയാക്ടിവിറ്റി. റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസ് ഡിസ്പ്ലേസ് ചെയ്യുകയും അവിടെ റിയാക്ടിവിറ്റി കൂടിയ ആളുകൾ വരികയും ചെയ്യുന്ന ഒരു റിയാക്ഷൻ, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. മെറ്റൽസ് വിത്ത് ലോ റിയാക്ടിവിറ്റി ആർ ഡിസ്പ്ലേസ്ഡ് ഫ്രം ദെയർ സാൾട്ട് സൊല്യൂഷൻ ബൈ മെറ്റൽസ് ഓഫ് ഹൈ റിയാക്ടിവിറ്റി. റിയാക്ടിവിറ്റി കുറഞ്ഞിട്ടുള്ള മെറ്റൽസിനെ അതിൻ്റെ സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ് ഡിസ്പ്ലേസ് ചെയ്യുന്നു. അത്തരം റിയാക്ഷൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഇരുമ്പിൻ്റെ ആണി അയൺ നെയിൽ ഒരു ബ്ലൂ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഇട്ട് വെച്ചാൽ ഒരു 1 വീക്ക്, ഒരാഴ്ച ഇട്ട് വെച്ചാൽ അവിടെ റിയാക്ഷൻ നടക്കും. ദെൻ സൊല്യൂഷൻ ടേൺസ് ടു ഗ്രീൻ. അത് ഗ്രീൻ അയൺ സൾഫേറ്റ് സൊല്യൂഷൻ ആയിരിക്കും, അഥവാ കോപ്പറിനെ അയൺ ഡിസ്പ്ലേസ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം റിയാക്ടിവിറ്റി കൂടിയ ആളാണ്, അഥവാ റിയാക്ടിവിറ്റി കൂടുതലുള്ള ആളാണ് അയൺ, കുറഞ്ഞ ആളാണ് കോപ്പർ. അപ്പോൾ കോപ്പറിനെ അയൺ ഡിസ്പ്ലേസ് ചെയ്തു എന്നുള്ളതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്സിഡേഷനും റിഡക്ഷനുമാണ്. ഓക്സിഡേഷൻ ഈസ് ദി പ്രോസസ് ഇൻവോൾവിങ് ലോസ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ ലോസ് ഉള്ള ഒരു പ്രോസസ്സാണ് ഓക്സിഡേഷൻ. ദെൻ റിഡക്ഷൻ ഈസ് ദി പ്രോസസ് ഓഫ് ഇൻവോൾവിങ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുന്ന, ഇലക്ട്രോൺസ് കിട്ടുന്ന അഥവാ നേടുന്ന ഒരു റിയാക്ഷനാണ് റിഡക്ഷൻ. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, ഓക്സിഡേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് ഇൻവോൾവിങ് ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് റിഡക്ഷൻ ഈസ് ദി പ്രോസസ് ഓഫ് involving gain of electrons. Okay, then oxidizing agent. An oxidizing agent is a substance whose atoms gain electrons. An oxidizing agent is a substance whose atoms gain electrons. Oxidizing agent എന്നുള്ളത് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന, ഇലക്ട്രോൺ നേടുന്ന സബ്സ്റ്റൻസിൻ്റെ ആറ്റംസ് ആയിരിക്കും. ദെൻ റെഡ്യൂസിങ് ഏജൻറ്റ്. എ റെഡ്യൂസിങ് ഏജൻറ്റ് ഈസ് എ സബ്സ്റ്റൻസ് ഹൂസ് ആറ്റംസ് ലോസ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് ആർക്കാണോ നഷ്ടപ്പെടുന്നത് അതായിരിക്കും റെഡ്യൂസിങ് ഏജൻറ്റ്. ഓക്കെ, ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഈസ് എ സബ്സ്റ്റൻസ് ഹൂസ് ആറ്റംസ് ഗെയിൻ ഇലക്ട്രോൺസ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ് ഈസ് എ സബ്സ്റ്റൻസ് ഹൂസ് ആറ്റംസ് ലോസ് electrons. Then here is an example. Zn plus Cu2 plus gives Zn2 plus Cu. So a chemical reaction. Here zinc atom loses electrons while Cu2 plus ions gains electrons. നിങ്ങൾ ഇതിൻ്റെ റിയാക്റ്റൻ സൈഡിൽ നോക്കുക. സിങ്ക് അതിൻ്റെ
ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. ദെൻ കോപ്പർ അതിൻ്റെ 2+ ആണ്. ദെൻ പ്രൊഡക്റ്റ് സൈഡിലേക്ക് നിങ്ങൾ നോക്കുക, സിങ്ക് 2+ഉം കോപ്പർ 0 ആയിട്ട് മാറുന്നു. ഹിയർ സിങ്ക് ആറ്റം ലോസസ് ഇലക്ട്രോൺസ് വൈൽ Cu2+ ion gains electron. So zinc is oxidized and Cu2+ is reduced. ഇവ സിങ്ക് ആണ് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നത് ആൻഡ് കോപ്പർ ഈസ് reduced. Cu2+ is the oxidizing agent and zinc is the reducing agent. Cu2+ is the oxidizing agent and zinc is the reducing agent. Electrochemical cells, the device used for the conversion of chemical energy to electrical energy through redox reaction. Then ഇവിടെ റിഡോക്സ് റിയാക്ഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന ഒരു റിയാക്ഷൻ ആണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ദ റിയാക്ഷൻ ഇൻ വിച്ച് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ്. സച്ച് റിയാക്ഷൻസ് ആർ കാൾഡ് റിഡോക്സ് റിയാക്ഷൻ. Then here we discuss electrochemical cells, the device used for the conversion of chemical energy to electrical energy through redox reaction. Redox reactionillude chemical energyയെ electrical energy ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് electrochemical cell എന്നുള്ളത്. Once more, the device used for the conversion of chemical energy to electrical energy through redox reaction. An example is galvanic cell. Electrochemical cell ഒരു എക്സാമ്പിൾ ആണ് galvanic cell എന്നുള്ളത്. Then here there is anode and cathode, voltmeter, salt bridge. Then there are two solutions, ZnSO4 and CuSO4. Copper sulfate solutionും then zinc sulfate solutionും. ഈ സിങ്ക് സൾഫേറ്റിലേക്ക് സിങ്ക് റോഡ് വെച്ചിട്ടുണ്ട്, that is anode. Then കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ റോഡ് വെച്ചിട്ടുണ്ട്, ദാറ്റ് ഇസ് കാഥോഡ്. അവിടെ റിഡക്ഷൻ ആണ് നടക്കുന്നത്. ഹിയർ ആനോഡ് ഈസ് ദി മോസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ അക്കോർഡിംഗ് ടു റിയാക്ടിവിറ്റി സീരീസ്. റിയാക്ടിവിറ്റി സീരീസ് വെച്ച് നോക്കുന്ന സമയത്ത് സിങ്ക് ആണ് അവിടെ മോർ റിയാക്റ്റീവ്. ഇൻ ആനോഡ് ഓക്സിഡേഷൻ ഒക്കേഴ്സ്, ദാറ്റ് ഈസ് ഓക്സിഡേഷൻ ഈസ് ദി റിലീസിംഗ് ഓഫ് ഇലക്ട്രോൺ. Then in the cathode it is the least reactive metal according to reactivity series. Reactivity series നോക്കിക്കഴിഞ്ഞാൽ കാഥോഡിലുള്ള കോപ്പർ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. Then it gains electron. Then there is reduction takes place. Then അതിൻ്റെ റിയാക്ഷൻസ് കെമിക്കൽ ഇക്വേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്സിഡേഷൻ Zn gives Zn2++ 2 electron. Then reduction reaction കൊടുത്തിട്ടുണ്ട്, Cu2++ 2 electron gives Cu. Then total reaction, that is a redox reaction, Zn plus Cu2+ gives Zn2++ Cu. And ഇവിടെ സിങ്കാണ് ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നത്, ദെൻ ഓക്സിഡേഷൻ നടക്കുന്നത്. കോപ്പറാണ് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നത്, ദെൻ ദർ ഈസ് റിഡക്ഷൻ. സാൾട്ട് ബ്രിഡ്ജ്, ഒരു സാൾട്ട് ബ്രിഡ്ജ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇലക്ട്രോ കെമിക്കൽ സെൽസിൽ ഗാൽവനിക് സെല്ലിലൊക്കെ നമ്മൾ സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ദി ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ബൈ ട്രാൻസ്ഫറിങ് ഓഫ് അയോൺസ്. ആ ചിത്രത്തിൽ ഗാൽവനിക് സെല്ലിൻ്റെ ചിത്രത്തിൽ നിങ്ങൾ യെല്ലോ കളറിൽ കാണുന്നതാണ് സാൾട്ട് ബ്രിഡ്ജ്. ആ സാൾട്ട് ബ്രിഡ്ജ് രണ്ട് സൊല്യൂഷൻസിനെയും പരസ്പരം കണക്ട് ചെയ്യുന്നതാണ്. അതിലൂടെ അയോൺസ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ആ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് സാൾട്ട് ബ്രിഡ്ജ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ യു ടൈപ്പിലുള്ള ഒരു ട്യൂബാണ്, ഫിൽഡ് വിത്ത് എ പേസ്റ്റ് മെയ്ഡ് ബൈ മിക്സിംഗ് ജലാറ്റിൻ ആൻഡ് എ സാൾട്ട് ലൈക്ക് KCl, KNO3 or NH4Cl. KCl, KNO3, NH4Cl ഇതിലേതെങ്കിലും ഒന്ന് ജലാറ്റിനുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ടാണ് സാൾട്ട് ബ്രിഡ്ജ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഇലക്ട്രോലൈറ്റിക് സെൽസ്, ദി ഡിവൈസ് യൂസ്ഡ് ഫോർ ദി കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ് ഇലക്ട്രോലൈറ്റിക് cells. The device
used for the conversion of electrical energy to chemical energy. Then there is a point, electrolytes, substances which conduct electricity in molten states or in aqueous solution and undergo a chemical change. മോൾട്ടൺ സ്റ്റേറ്റിൽ അഥവാ ഉരുകിയ അവസ്ഥയിൽ അല്ലെങ്കിൽ അക്വ സൊല്യൂഷനിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. സബ്സ്റ്റൻസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ അക്വ സൊല്യൂഷൻ ആൻഡ് അണ്ടർഗോ എ കെമിക്കൽ ചേഞ്ച്. Acids, alkalis or salts are electrolytes in their molten state or in aqueous solution. Acids, alkalis, okay, and salts ഇതൊക്കെ മോൾട്ടൺ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ aqueous സൊല്യൂഷനിൽ ഇലക്ട്രോലൈറ്റ്സ് ആണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. In this ions of electrolytes can move freely and they are responsible for conduction. അതായത് മോൾട്ടൺ സ്റ്റേറ്റിൽ അതുപോലെ തന്നെ aqueous സൊല്യൂഷനിലൊക്കെ അയോൺസ് ഉണ്ടാവും. ഈ അയോൺസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയും. അവർ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് കണ്ടക്ഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇലക്ട്രോലൈറ്റ്സ് ആർ ദി സബ്സ്റ്റൻസസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ അക്വ സൊല്യൂഷൻ. അക്വ സൊല്യൂഷനിലോ മോൾട്ടൺ സ്റ്റേറ്റിലോ ഉരുകിയ അവസ്ഥയിലൊക്കെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ആസിഡ്സ്, ആൽക്കലീസ് ഓർ സാൾട്ട്സ് ആർ electrolytes in their molten state. മോൾട്ടൺ സ്റ്റേറ്റിൽ ഈ പറയുന്ന ആസിഡ്സ്, ആൽക്കലീസ്, സാൾട്ട്സ് ഒക്കെ ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഇലക്ട്രോളിസിസ്, ദി പ്രോസസ് ഓഫ് കെമിക്കൽ ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ആൻ ഇലക്ട്രോലൈറ്റ് ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി. Electrolysis is the process of chemical change taking place in an electrolyte by passing electricity. During electrolysis, the anions move towards the anode and the cations move towards the cathode. Electrolysis നടക്കുന്ന സമയത്ത് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആയിട്ടുള്ള ആനിയോൺസ് ആനോഡിലേക്കും പോസിറ്റീവ് ചാർജ് ചെയ്തിട്ടുള്ള കാറ്റയോൺസ് കാഥോഡിലേക്കും മൂവ് ചെയ്യുന്നു. ആൻഡ് ഇലക്ട്രോളിസിസ് ഇസ് ദി പ്രോസസ് ഓഫ് കെമിക്കൽ ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ആൻ ഇലക്ട്രോലൈറ്റ് ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി. Here is a comparison of electrochemical cell and the electrolytic cell. An electrochemical cell converts chemical energy into electrical energy, while electrolytic cell converts electrical energy into chemical energy. ഒരു electrochemical cell chemical energy electrical energy ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. Then electrolytic cell electrical energy chemical energy ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. In an electrochemical cell, anode is negative and cathode is positive. But in an electrolytic cell, anode is positive and cathode is negative. In electrochemical cell, oxidation occurs at anode and reduction at cathode. In an electrolytic cell, oxidation occurs at anode and reduction at cathode. These are the comparison of electrochemical cells and electrolytic cell.